തലസ്ഥാനവാസികൾ അതിരാവിലെ കേട്ട ഒരു വാർത്ത കോർപ്പറേഷനിലെ ഒരു വാക്ക് തർക്കമാണ്. വട്ടിയൂർക്കാവ് എം.എൽ.എ. വി.കെ. പ്രശാന്തും ശാസ്തമംഗലത്തെ കൗൺസിലർ ശ്രീലേഖയും തമ്മിലുള്ള ഒരു ഒഴിപ്പിക്കൽ. ഇതേ തുടർന്ന് കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വന്നിരിക്കുകയാണ്. ശ്രീലേഖ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ കുട്ടി മേയർ കാണിച്ചു വെച്ച കോർപ്പറേഷനിലെ തരികിടകൾ അവസാനിക്കുന്നില്ല എന്ന് വേണം പറയാൻ. ഈ വിഷയത്തിൽ ശ്രീലേഖയാണ് ശരി. പ്രശാന്ത്, അതായത് മുൻ മേയർ, കോർപ്പറേഷൻ കെട്ടിടം അനധികൃതമായി ഓഫീസാക്കി. കുട്ടി മേയർ 5 കൊല്ലത്തോളം കണ്ണടച്ചു. ശാസ്തമംഗലത്തെ കൗൺസിലറായി ശ്രീലേഖ സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ഇടതിന്റെ കോർപ്പറേഷൻ കയ്യേറ്റത്തിനെതിരെ ശ്രീലേഖ വഴിയെടുത്തു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. രാവിലെ ഈ വാർത്ത കേൾക്കുമ്പോൾ പലരും ശ്രീലേഖ മാഡത്തിനെ അനുകൂലിക്കുന്നവരായാലും ശ്രീലേഖ മാഡത്തിനോട് പ്രതികൂലമായി രാഷ്ട്രീയത്തിൽ പ്രതികൂലമായി നിൽക്കുന്നവരാണെങ്കിൽ പോലും എന്തിനാണ് തുടക്കത്തിൽ ഇങ്ങനെ ഒരു കല്ലുകടി? അവിടെ നമുക്കറിയാം, ഒരു നാണയത്തിന് 2 വശമുണ്ട് എന്ന് പറയുന്നത് പോലെ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള, അത് അധികാര കേന്ദ്രങ്ങളിലുള്ള ഒരു പ്രശ്നമാണെങ്കിൽ പോലും സാധാരണ ജനങ്ങളുടെ സമൂഹം, പൊതുസമൂഹം അവർ ആദ്യം ചിന്തിക്കുക സ്ത്രീയുടെ പക്ഷത്തായിരിക്കും തെറ്റ് എന്നുള്ളതാണ്. മെജോറിറ്റി, എല്ലാവരുടെ കാര്യവുമല്ല പറയുന്നത്, മെജോറിറ്റി അങ്ങനെ തന്നെയായിരിക്കും ചിന്തിക്കുക. എന്തിനാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ സൃഷ്ടിച്ചത്? മേയർ സ്ഥാനം കിട്ടിയില്ല എന്ന പേരിൽ അതൃപ്തി നിൽക്കുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ശ്രീലേഖ മാഡത്തിന്റെ വിഷയത്തിൽ തുടരുമ്പോൾ എന്തിനാണ് ശ്രീലേഖ മാഡം ഇങ്ങനെ മനഃപൂർവ്വം ചെയ്തതാണോ എന്നുള്ള സംശയങ്ങളൊക്കെ പലർക്കും ഉണ്ടായി. പക്ഷേ അതല്ല ശരി എന്നുള്ള വസ്തുതയാണ് ഇപ്പോൾ നമുക്ക് ശ്രീലേഖ മാഡത്തിന്റെ ആ ഒരു പ്രതികരണത്തിലൂടെയും ഒക്കെ മനസ്സിലാക്കേണ്ടത്. പ്രശാന്ത് കയ്യേറ്റക്കാരനാണ്. കഴിഞ്ഞ 5 വർഷമായി അനധികൃതമായി വട്ടിയൂർക്കാവ് എം.എൽ.എ. പ്രശാന്ത് കൈവശം വെച്ചിരിക്കുകയാണ് കോർപ്പറേഷന്റെ ഈ താഴത്തെ നില മുഴുവനും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. സാധാരണക്കാരന്റെ 1 ഇഞ്ച് ഭൂമി കയ്യേറിയാൽ, ഒരു കെട്ടിടത്തിന് എന്തെങ്കിലും ഒരു നിർമ്മാണത്തിൽ ഒരു പാകപ്പിഴ സംഭവിച്ചാൽ അവരെ നരകയാതന അനുഭവിക്കുന്ന കോർപ്പറേഷൻ അധികാരികൾ, കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർ, അവരാണ് അല്ലെങ്കിൽ കോർപ്പറേഷൻ അധികാരികളാണ് ഒരു വലിയ കെട്ടിടം, അതും ഒരു പാർട്ടി നേതാവിന് സൗജന്യമായി കഴിഞ്ഞ 5 വർഷം ഉപയോഗിക്കാൻ കൊടുത്തത്. അതിനെതിരെ ശ്രീലേഖ പ്രതികരിച്ചു എന്നതാണ് ഇവിടുത്തെ യഥാർത്ഥ വസ്തുത. മുൻ മേയറും വട്ടിയൂർക്കാവ് എം.എൽ.എയുമായ വി.കെ. പ്രശാന്ത് എനിക്ക് സഹോദര തുല്യനാണെന്നും അദ്ദേഹത്തിന്റെ ഓഫീസ് മാറിത്തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത് എന്ന് ശാസ്തമംഗലം കൗൺസിലർ ആർ. ശ്രീലേഖ പറയുന്നു. തന്റെ ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കെട്ടിടത്തിലെ എം.എൽ.എ. ഓഫീസ് ഒഴിയണം എന്ന് ആവശ്യപ്പെട്ടത്. തിരക്കിട്ട് ഒഴിയണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് ഇക്കാര്യം സംസാരിച്ചത്. എന്നാൽ അത് പറ്റില്ല എന്നും ഒഴിപ്പിക്കാമെങ്കിൽ ഒഴിപ്പിച്ചോ എന്നാണ് വി.കെ. പ്രശാന്ത് തന്നോട് പറഞ്ഞത് എന്ന് ശ്രീലേഖ വ്യക്തമാക്കി. മുൻ മേയറായിരുന്ന സമയത്ത് എടുത്ത കെട്ടിടമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്നാണ് താൻ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. എൻ്റെ ഫോണിൽ റെക്കോർഡില്ല, അങ്ങനെ ഒരു രീതി എനിക്കില്ല. എൻ്റെ അറിവിൽ പ്രശാന്തിന്റെ ഫോണിൽ കോൾ റെക്കോർഡ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് അത് പരിശോധിച്ച് നോക്കാം. എൻ്റെ യാചനാസ്വരവും പ്രശാന്ത് ഇങ്ങോട്ട് സംസാരിച്ച രീതിയും നിങ്ങൾക്ക് നേരിട്ട് കേൾക്കാം. എൻ്റെ അറിവിൽ ഓഫീസുമായി ബന്ധപ്പെട്ട ഇങ്ങനെ ഒരു കരാർ ഉണ്ട് എന്ന് തോന്നുന്നില്ല എന്ന് ശ്രീലേഖ പറയുന്നു. കോർപ്പറേഷന്റെ കെട്ടിടമായതുകൊണ്ട് വാടക നൽകുന്നുണ്ട്. കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണാധികാരികൾ അദ്ദേഹത്തിനൊരു സഹായം ചെയ്തു കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് കൗൺസിലറായി പ്രവർത്തിക്കാൻ ഒരു ഓഫീസ് ആവശ്യമുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഒരു സൗകര്യമില്ല. എന്നെ കാണാൻ വരികയാണെങ്കിൽ അവർക്ക് ഇരിക്കാൻ പോലും സ്ഥലമില്ല. ഈ അവസരത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ മാധ്യമങ്ങൾ തീരുമാനിക്കൂ എന്നാണ് ശ്രീലേഖ പറഞ്ഞത്. ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ ചെന്നിട്ടുള്ളവർക്കറിയാം, അവിടെ താഴത്തെ നില മുഴുവൻ എം.എൽ.എ. ഓഫീസായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി പോവുകയാണെങ്കിൽ പോലും ഇടുങ്ങിയ സ്റ്റെപ്പുകളാണ്. അവിടെ മുകളിൽ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ശാസ്തമംഗലത്തെ കൗൺസിലർ ആർ. ശ്രീലേഖ പറഞ്ഞത് എന്തുകൊണ്ടും ശരിയായ കാര്യം തന്നെയാണ്. ശാസ്തമംഗലത്തെ ഓഫീസ് പ്രവർത്തിക്കാൻ ശാസ്തമംഗലത്തെ കൗൺസിലർക്ക് അതിന് സൗകര്യപ്രദമായ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ കോർപ്പറേഷൻ ബിൽഡിംഗിൽ ഓഫീസ് പ്രവർത്തിപ്പിക്കുക എന്നത് തന്നെയാണ്. അത് ന്യായമായി ശ്രീലേഖ ആവശ്യപ്പെട്ടിരിക്കുന്നു. അവിടെ തൻ്റെ ധാർഷ്ട്യം, തൻ്റെ സർക്കാർ ഭരണത്തിന് തൻ്റെ സർക്കാർ തന്നെയാണ് എന്നുള്ള ധാർഷ്ട്യം, ചിലപ്പോൾ കോർപ്പറേഷൻ കൈവിട്ടു പോയതിലുള്ള ആ ഒരു നിരാശ, അതൊക്കെ തന്നെയാണോ വി.കെ. പ്രശാന്ത് എം.എൽ.എ. പ്രകടിപ്പിച്ചത് എന്ന് പൊതുസമൂഹം ഇതിന് ശ്രീലേഖയെ അനുകൂലിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന ഓഫീസ് ഒഴിയണം എന്ന് കൗൺസിലർ ആർ. ശ്രീലേഖ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് വിവാദം തുടങ്ങിയത്. ആർ. ശ്രീലേഖ ഒറ്റയ്ക്കെടുത്ത തീരുമാനം അല്ല എന്നും മര്യാദയില്ലാത്ത നടപടിയാണ് സ്വീകരിച്ചത് എന്നുമാണ് വി.കെ. പ്രശാന്ത് പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. ഭരണം പിടിച്ച അധികാരത്തിൽ ഏറിയതിന് പിന്നാലെയാണ് ഈ ആവശ്യം. ഫോണിൽ വിളിച്ച് ശ്രീലേഖ പ്രശാന്തിനോട് ഇക്കാര്യം ആവശ്യപ്പെടുകയായിരുന്നു എന്ന് പ്രശാന്ത് പറഞ്ഞിട്ടുണ്ട്. തന്റെ ഓഫീസ് സൗകര്യപ്രദമായി പ്രവർത്തിപ്പിക്കുന്നതിന് പ്രശാന്ത് ഒഴിയണമെന്ന് ഫോണിലൂടെയാണ് ശ്രീലേഖ ആവശ്യപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.